ഹായ് നമസ്കാരം. നമ്മളിന്നൊരു മുടി സമൃദ്ധിയായിട്ട് വളരാനായിട്ട് ഒരെണ്ണ കാച്ചുകയാണ്. അത് വേണ്ടുന്നത് പ്യുവർ കടുകെണ്ണയാണ് വേണ്ടുന്നത്. പ്യുവർ കടുകെണ്ണ ഒഴിച്ച് അതിൽ നീലയമരിയും സ്വല്പം നെല്ലിക്കാപ്പൊടിയും സ്വല്പം തേയിലയും സ്വല്പം ചെമ്പരത്തി ഇലയും എല്ലാം കൂടെ ഒക്കെ ഇട്ട് ഇത് എണ്ണ കാച്ചിയെടുത്തതാണ് ഇതിൽ കാണുന്നത്. ഞാൻ ഇപ്പോൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നപ്പം ഒരു പരുവാകുമ്പോഴത്തേന് നല്ല ചുമന്ന കളറാവും. അത് തണുത്ത് കഴിഞ്ഞിട്ട് മുടിയിൽ തേച്ചാൽ നല്ല തഴച്ച് മുടി വളരുകയും അതുപോലെ നല്ല ഒരു മുടിക്ക് നല്ല ഹെവിയായിട്ട് മുടി വളരാനും ഒക്കെ പറ്റിയതാണ്. അതിൽ ഈ കടുകെണ്ണ തന്നെ വേണമെന്നുള്ളത് നിർബന്ധമാണ്. കടുകെണ്ണയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കടുകെണ്ണ എടുത്ത് നല്ലതായിട്ട് കടുകെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടാണ് നീലയമരിയും നെല്ലിക്കാപ്പൊടിയും സ്വല്പം ചെമ്പരത്തി ഇലയും സ്വല്പം ഒരു സ്പൂണിൽ ചെറിയൊരു ടീസ്പൂൺ തേയിലപ്പൊടിയും ഇട്ട് ഇളക്കി നല്ലതായിട്ടത് ഒരു ചുമന്ന പരുവാകുമ്പോഴത്തേക്കിനും ഓഫ് ചെയ്ത് വയ്ക്കുക ഗ്യാസ്. എന്നിട്ടത് തണുത്തതിന് ശേഷം നമ്മുടെ തലയുടെ തുമ്പത്തും ഉച്ചിക്കായിട്ട് പറ്റരുത്, നടുക്കുച്ചിക്ക് പറ്റരുത്. ഇതാണ് ഒറിജിനൽ കടുകെണ്ണയാണ്. ഇതാണ് കടുകെണ്ണ. ഇതാണ് ഒഴിച്ചത്. നല്ല സ്വർണ്ണ കളറാണ്. ഈ കടുകെണ്ണ ഒറിജിനൽ പഞ്ചാബിയിൽ നിന്ന് വരുത്തിയാണ് ഈ കടുകെണ്ണ. നമുക്കിവിടെ കേരളത്തിലും കിട്ടും, പ്രയാസമില്ല. അപ്പം ഇത് നേരെ ഉച്ചയ്ക്ക് വയ്ക്കരുത്. ഉച്ചയ്ക്ക് വയ്ക്കാതെ ചെറുതായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റിനകം കഴുകി വൃത്തിയാക്കുക, കുളിക്കുക, തല അങ്ങ് കഴുകുക നല്ലതായിട്ട്. 5 മിനിറ്റിൽ കൂടുതൽ, കാരണം പരിചയമില്ലാത്തതുകൊണ്ട്. പരിചയം ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞ് കുളിച്ചാൽ മതി. അങ്ങനെ ഇത് വല്ലപ്പോഴും തേച്ചാൽ മതി, വല്ലപ്പോഴും ആഴ്ചയിലൊരിക്കൽ തേച്ചാൽ മതി. മുടി വളരെ സമൃദ്ധമായിട്ട് വളരുന്നതാണ്. എൻ്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് രമാരാഘവനാണ്. ഇനി അടുത്തത് കിച്ചൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. കിച്ചണിൽ പുതിയ ഡിഷുകൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇടുന്നുണ്ട്. ഇതിപ്പം എണ്ണ കാച്ചുന്ന മാത്രം ഒരു വീഡിയോ ആണ്. പിന്നീട് എൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നല്ലൊരു ചുമന്ന ഒരു നിറം വരും. ആ നിറം വരുമ്പോൾ ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. അധികം കരിയാതെ കുറേശ്ശെ ആദ്യമേ തന്നെ ഒരു 2-3 ഡ്രോപ്സ് തൂത്ത് നോക്കണം. അത് പിടിക്കുമെങ്കിൽ വീണ്ടും ആഴ്ചയിലൊരിക്കൽ ഇത് തലയിൽ തേച്ചാൽ മതി. മുടി വളരെ സമൃദ്ധമായിട്ട് വളരുമെന്നുള്ളതാണ്. ഇതാണ് പഞ്ചാബീസ് യൂസ് ചെയ്യുന്ന എണ്ണ. ഇതിലെ മുടിക്കൊരു ബ്രൗൺ കളറാണ് വരുന്നത്. നല്ല ഒരു ഷൈനിങ് ഉള്ള കളറാണ്. കറുപ്പ് വേണ്ടിയവർക്ക് കറുപ്പുമുണ്ട്. ഇടയ്ക്ക് വെളിച്ചെണ്ണയൂടെ തേച്ചാൽ മതി, കറുപ്പുണ്ടാവും. അതല്ലാതെ പഞ്ചാബികളുടെ നിറ സൗന്ദര്യം തന്നെ നല്ല അഴകുള്ളതല്ലേ. നല്ല അഴകിനും ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. അത് വേറെ ടൈപ്പിലാണ് അത് വരുന്നത്. അത് പിന്നീട് ഉള്ള വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു ദക്ഷിണയായിട്ട് എല്ലാവരും ഷെയർ ചെയ്താൽ മാത്രം മതി, എനിക്ക് ലൈക്ക് ചെയ്താൽ മാത്രം മതി, ഒരു ദക്ഷിണയായിട്ട് മാത്രം. എങ്കിൽ അടുത്ത നല്ല വീഡിയോ ഇടുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇട്ടതാണ്. അടുത്തത് നല്ല പഞ്ചാബി ഡിഷ് ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട്
ഈ എണ്ണയും തലയിൽ എല്ലാവരും ഉണ്ടാക്കി തേക്കുക. ഇനിയും വേണമെങ്കിൽ ഞാനിത് ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്ക് ആദ്യമേ നമുക്ക് ഏതൊരു കാര്യവും തുടങ്ങുന്നതിനൊരു ദക്ഷിണ അത്യാവശ്യമാണല്ലോ. ഏതൊരു കാര്യവും ഒരു ഗുരുവാണേലും ആരാന്നേലും ഒരറിവുള്ളത് പറഞ്ഞു തരുമ്പോൾ ഒരു ദക്ഷിണ അത്യാവശ്യമാണ്. എന്ന് പറഞ്ഞ ഒരു ദക്ഷിണയായിട്ട് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല നല്ല വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ഇതിൽ ഈ കിച്ചണിലെ നമുക്ക് ഓരോ പുതിയ പുതിയ ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പാട്ട് പാടാൻ അറിയാവുന്നവർ പാട്ട് പാടിയിടുക, ഞാനും പാടിയിടാം. കിച്ചണിൽ പണിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ചെറിയ പാട്ടുകളുമൊക്കെ നമുക്ക് പാടിയിടണം. ഇഷ്ടമുള്ളവർ ഓരോ പാട്ടുകൾ പാടണം. ഇത് നമ്മുടെ ഒരു കിച്ചണാണ്, നമ്മുടെ കിച്ചൺ എന്നാണ് ഇതിന് ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കിച്ചണിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങളാണേലും അത് എല്ലാം ഒറിജിനാലിറ്റി ആണല്ലോ. എല്ലാം ഒറിജിനലായിട്ട്, ഒരു കെമിക്കലില്ലാതെ ഒറിജിനലായിട്ട്. അതുപോലെ തന്നെ ഷുഗറുകാർക്ക്, ഷുഗർ പേഷ്യൻസിന് ഷുഗർ അവർക്ക് അതിൻ്റേതായ ആഹാര രീതികളും ആഹാര ശൈലികളും അതുപോലുള്ള ആഹാരങ്ങൾ പാചകം ചെയ്യുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്. പാട്ടുകൾ ഉൾപ്പെടും, ആഹാരങ്ങൾ ഉൾപ്പെടും, തേക്കാനുള്ള എണ്ണകൾ ഉൾപ്പെടും, സൗന്ദര്യത്തിൻ്റെ ഒരു ബ്യൂട്ടി ക്ലിനിക്കും കൂടുണ്ട്. എല്ലാം ഉണ്ട്. അതിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ കഴിവ് എല്ലാവർക്കും പ്രദർശിപ്പിക്കാം. എല്ലാവർക്കും ഈ കഴിവ് ഒരു പ്രയോജനമായിട്ട് വരട്ടെ. എല്ലാവർക്കും ഈ കഴിവ് ഒരു പ്രയോജനം, അതിൽ ഒരു കളങ്കമോ ഒരു കെമിക്കലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നതും. അതുപോലുള്ള കറികളാന്നേലും പലഹാരങ്ങളാന്നേലും എല്ലാം തന്നെ എണ്ണകൾ, സൗന്ദര്യവർദ്ധനവ്, പല പല ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. ബ്യൂട്ടി ക്ലിനിക്കിൽ ഞാനൊരു ബ്യൂട്ടീഷ്യൻ കൂടിയാണ്. അപ്പോൾ എല്ലാം ആകട്ടെ. ഇതിൽ ഒരു പാട്ടുകൾ പാടിയിടണം, ഇടയ്ക്ക് പാട്ട് പാടുക അറിയാവുന്ന ലൈനിൽ. അതാർക്കും പാട്ട് വലുതായിട്ട് അറിയാവുന്നവർ അല്ലല്ലോ, എല്ലാവർക്കും ഒന്നും പാട്ടൊന്നും വലുതായിട്ട് അറിയില്ലെങ്കിലും കഴിവിൻ്റെ പരമാവധി പാട്ട് പാടിയിടുക. ലൈക്കിൽ കൂടി നമുക്ക് ഒരു സന്തോഷമായ ഒരു ബ്യൂട്ടിയാണേലും ഫുഡാണേലും എല്ലാം ഒരു സന്തോഷത്തിൻ്റെ തുടക്കമായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.